മരിച്ച അർച്ചനയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിൻ്റെ പാടുകളുണ്ടായിരുന്നു. മർദ്ദനത്തെ തുടർന്നാണ് അർച്ചന കിണറ്റിൽ ചാടിയതെന്ന് ഡിവൈഎസ്പി മുകേഷ് 24നോട്. പ്രാഥമിക അന്വേഷണം ഇപ്പോൾ നമ്മൾ ഇൻക്വസ്റ്റ് നടപടികൾക്കായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണിയുടെയും അതുപോലെ അർച്ചനയുടെയും മൃതശരീരം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ ചെയ്യുന്നത്. മരണപ്പെട്ട ശിവകൃഷ്ണൻ്റെ മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി നാട്ടുകാരിൽ നിന്നും കൂടുതൽ വിവരങ്ങളും തെളിവെടുപ്പുകളും നടത്തിയിട്ട് മറ്റ് അന്വേഷണം ആയിട്ട് മുന്നോട്ട് പോകും. ഈ ശിവകൃഷ്ണൻ അർച്ചനയെ മർദ്ദിച്ചതിൻ്റെ ഒരു ഫലമായിട്ട് അർച്ചന രാത്രിയോടുകൂടി കിണറ്റിൽ ചാടിയെന്നാണ് അർച്ചനയുടെ മക്കളിൽ നിന്നും അതുപോലെ നാട്ടുകാരിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകും. 3 പേരുടെ മരണത്തിനിടയാക്കിയ കൊട്ടാരക്കര നെടുവത്തൂരിലെ മുണ്ടുപാറയിൽ നിന്ന് സുജിത് സുരേന്ദ്രൻ നമുക്കൊപ്പം ശരിയാണ്. ദുരന്തം അരങ്ങേറിയത് ഈ മുണ്ടുപാറയിലാണ്. പറയൂ സുജിത്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ് അവിടെ നിന്ന്? SKN ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇവിടെ റൂറൽ SP അത് വിഷ്ണു പ്രദീപും അതുപോലെ തന്നെ ഡിവൈഎസ്പിയും ഒക്കെ തന്നെ ഇവിടെ സന്ദർശനം നടത്തി. കുട്ടികളിൽ നിന്നും അതുപോലെ തന്നെ വീട്ടുകാരിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ശിവകൃഷ്ണൻ്റെ ബന്ധുക്കളായ ചില ആളുകളും ഈ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അവർ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് അടക്കമുള്ള വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും ഈ ശിവകൃഷ്ണൻ്റെ ബന്ധുക്കളൊക്കെ എത്തേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടെ ഈ അപകടം അറിഞ്ഞ് നിരവധി ആളുകൾ, പ്രദേശവാസികളടക്കം നിരവധി ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കിണറിലേക്ക് ആളുകൾ എത്തി നോക്കാൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള ചില മരക്കഷ്ണങ്ങളൊക്കെ വെച്ചുകൊണ്ട് അങ്ങോട്ട് അടുക്കാതിരിക്കാനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ഒരുക്കിയിട്ടും ഉണ്ട്. ഏതായാലും ഇപ്പോൾ 3 പേരുടെയും മൃതദേഹങ്ങൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാകും പോസ്റ്റ്മോർട്ടം നടക്കുക എന്നാണ് അറിയുന്നത്. അർച്ചനയുടെയും സോണിയുടെയും മൃതദേഹങ്ങൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും അതുപോലെ ശിവകൃഷ്ണന്റെ മൃതദേഹം ശാസ്താംകോട്ട ആശുപത്രിയിലുമാണുള്ളത്. ഇവ 3 പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ച ശേഷമാകും പോസ്റ്റ്മോർട്ടം നടത്തുക. അതിനുശേഷമാകും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. സോണി കഴിഞ്ഞ ദിവസം ഈ മറ്റ് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രവർത്തനങ്ങൾക്ക് ഒക്കെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് സഹപ്രവർത്തകർക്കൊപ്പം ഈ അപകടം അറിഞ്ഞ് അർദ്ധരാത്രിയോടുകൂടി ഇവിടേക്ക് എത്തുന്നത്. ഈ ആവശ്യപ്പെട്ട പ്രകാരം മറ്റ് സഹപ്രവർത്തകരോട് അങ്ങോട്ട് പറഞ്ഞാണ് ഇദ്ദേഹം കിണറിലേക്ക് ഇറങ്ങി ഈ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം, സോണിയുടെ സ്വഭാവം അങ്ങനെയാണ്. എല്ലാ രക്ഷാപ്രവർത്തനങ്ങളിലും അദ്ദേഹം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അത്തരത്തിലൊരു രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോഴാണ് സോണിക്ക് ഈ ദാരുണാന്ത്യം സംഭവിച്ചിട്ടുള്ളത്. ഇതിനാണ് മുണ്ടുപാറയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.